അപ്പ ജാക്സൺ. ഹാ, ഞാൻ അറിഞ്ഞു. ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്കെതിരെ കളിക്കുന്നത് ജസ്റ്റിയും അവന്റെ ടീമും മാത്രമാണോ. ഇപ്പോഴാ മനസ്സിലായത് അതിന്റെ ഇടയിൽ കൂടി ഒരുത്തൻ കയറി കളിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ വിവരം അത് ആൽവിയാണെന്നോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? എനിക്കും ഇതേ അവസ്ഥ വരുമോ? അങ്ങനെയൊന്നും നടക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞത് കേട്ട് ജാക്സൺ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എന്നെ ധിക്കരിച്ച് പോയതല്ലേ, അതിന് കിട്ടിയതായിരിക്കും. അല്ല, കിരൺ എവിടെ? ഞാനിവിടെ ഉണ്ടപ്പാ. എന്താ? ആ, ഫെലിക്സ് വിളിച്ചായിരുന്നോ? അവൻ നാട്ടിലേക്ക് എങ്ങാനും തിരിച്ചു വന്നോ? ഇല്ലപ്പാ, എന്നെ വിളിച്ചില്ല. അവൻ നാട്ടിലേക്ക് എത്തിയിട്ടൊന്നുമില്ല. വരുവാണെങ്കിൽ എന്നോട് പറയും. അതെന്തിനാ നീ ഇങ്ങനെ വിക്കി പറയുന്നേ? ഞങ്ങളോട് നീ കള്ളം പറയല്ലോ അല്ലേ? ഞാൻ കള്ളം പറയാനോ? ഞാനെന്തിനാ കള്ളം പറയുന്നേ? അവൻ വന്നിട്ടില്ല. നീ എന്താ ഇത്രയും ലേറ്റ് ആയേ? ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്നു. സോറിടാ, ഈ ചായമാരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടുന്ന് ചാടണ്ടേ. പിന്നെ വഴിയിലാണെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക്കും. അതുകൊണ്ടാ ലേറ്റായ. മടുത്തോ? ഇല്ല, മടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നിന്നെ വിളിച്ചത് പപ്പ രാവിലെ എന്നോട് ചോദിച്ചായിരുന്നു നിന്നെ കുറിച്ച്. മിക്കവാറും അടുത്ത ടാർഗറ്റ് നീ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നീ നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചത്. സൂക്ഷിക്കണം, എനിക്ക് നിന്നെയും നഷ്ടപ്പെടുത്താൻ വയ്യ. അതുകൊണ്ടാ. അതാലോചിച്ച് നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ ഇച്ഛായന്മാർ കൂടെ ഉള്ളിടത്തോളം കാലം അയാൾ എന്നെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ എല്ലാ ഇച്ഛായന്മാരോട് പറഞ്ഞിട്ട് വേണം എനിക്ക് നിന്നെയും കൊണ്ടുപോകാൻ. എടാ, നീ ശ്രദ്ധിച്ചോ? കുറച്ച് ദിവസമായിട്ടേ എല്ലാ ദിവസവും വൈകുന്നേരം ഈ ആൽവി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് രാത്രിയാകുമ്പോൾ കയറി വരികയും ചെയ്യും. ഇതിലെന്തോ പന്തികേടില്ലേ? അത് ശരിയാ, ഞാനത് അങ്ങോട്ട് പറയാണ്ടിരിക്കുമായിരുന്നു. പിന്നെ ക്രിസ്റ്റി ശ്രദ്ധിച്ചോ? എല്ലാ ദിവസവും നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത് രാവിലെയും ഉച്ചയ്ക്കും എപ്പോൾ ഇൻ്റർവെൽ കിട്ടിയാലും അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടിയാലും എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് അവൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. അതെങ്ങോട്ടാന്നും കണ്ടുപിടിക്കണം. അവൻ എന്തോ എൻ്റെ അടുത്ത് നിന്ന് മറയ്ക്കുന്നുണ്ട്. വരട്ടെ, ശരിയാക്കി കൊടുക്കാം. അതെ, നെക്സ്റ്റ് വീക്ക് ഫ്രഷേഴ്സ് ഡേയാ. എന്തൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യാൻ അറിയോ? എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. കുറച്ച് ഡാൻസ് മാത്രമേ ചെയ്യാൻ അറിയാം. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരയും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടും. അത്രേ ഉള്ളൂ. ഒന്നാമത് ആ കാലമാണെന്ന് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. മിക്കവാറും എനിക്ക് നല്ല പണി തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല മകനേ, എനിക്കറിയില്ല. നിനക്ക് ഡാൻസ് എങ്കിലും ചെയ്യാൻ അറിയും. ഞാൻ അവിടെ കിടന്ന് എന്നാ കാണിക്കാനാ? വല്ല പ്രപ്പോസലൊക്കെ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞോ? എനിക്കറിയില്ല. ഹലോ, എൻ്റെ പേര് റോഹൻ. താനല്ലേ ആൽവി? ഹായ്, ഞാനാണ് ആൽവി. എന്താടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വെറുതെ കണ്ടപ്പോൾ സംസാരിക്കാൻ വേണ്ടി. ഞാൻ സെക്കൻഡ് ഇയറാ. അടുത്തതായി നമ്മുടെ തേർഡ് ഇയറിലെ സീനിയേഴ്സിന്റെ ഒരു പാട്ടാവാം. ശരി, ഈ ജഗത്തമ്മമാർക്ക് പാട്ട് പാടാനും അറിയോ? ഇനിയിപ്പോൾ അവർക്ക് അറിയാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ല, എനിക്ക് അറിയാമേല എന്ന് ചോദിക്കുക. ഡാൻസ് കളിക്കും, പാട്ട് പാടും, പഠിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ചേത് ചെയ്യും. എന്തെന്നാ ഇത് സകലകല വല്ലഭന്മാരാ. ഇവരെ കുറിച്ച് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇവരെല്ലാം ചെയ്യും. പാട്ട് കേട്ടോ, അടിപൊളിയായിരിക്കും മോനെ. അത് ശരിയാ, എന്റെ ഇച്ചായന്മാരുടെ പാട്ടേ അടിപൊളിയാ. അവരെന്ന് വെച്ചാൽ എന്നാ സുമ്മാവാ പറപ്പിക്കും. ഇവിടെ തീപ്പൊരി വറക്കും, തീപ്പൊരി പറന്ന് ലാസ്റ്റ് സ്റ്റേജ് കത്തിപ്പോകാതിരുന്നാ മതി. ജീവനോടെ കിട്ടിയാ മതിയായിരുന്നു ഇതൊക്കെ കഴിയുമ്പോ. ക്രിസ്റ്റി, വെറുതെ എന്റെ ഇച്ചായന്മാരെ പറയല്ലേ. ആദമിച്ചായന്റെ സ്വഭാവം അങ്ങനെയാ, പെട്ടെന്ന് ദേഷ്യപ്പെടും. അതെന്ന് വെച്ച് ബാക്കിയുള്ളവർ അങ്ങനെയൊന്നുമല്ല, അവര് പാവാ. പ്രത്യേകിച്ച് എന്റെ ഇച്ചായൻ. അല്ല, ഈ ആൽവിക്ക് ഇതെന്താ പറ്റിയേ? രാവിലെ തൊട്ട് വാ അടച്ചിങ്ങനെ കമാന്നിരിക്കുവായിരുന്നല്ലോ. റോഹനോട് സംസാരിക്കാൻ മാത്രം 1000 നാവായിരുന്നു. എന്താ? ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. അതേ പ്രോഗ്രാം തുടങ്ങാറായി, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കും. എന്താ മോനെ ആൽവി?
ഇന്റർവെൽ ബൂസ്റ്റർ കിട്ടിയില്ലേ? ഏ എന്നാ പറ്റിയേ? അച്ചാച്ചൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അത് ആമി രാവിലെ തൊട്ട് എന്നോട് മിണ്ടിയിട്ടില്ല, നോക്കുന്നു പോലുമില്ല. ഞാൻ സംസാരിക്കാൻ പോയപ്പോഴേക്കും അവിടുന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. അയ്യേ, ഇതിനാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നേ? അത് അച്ചാച്ചന് ടെൻഷൻ ആയതുകൊണ്ടായിരിക്കും. ഇന്നലെ തൊട്ട് നല്ല ടെൻഷനുണ്ട്, പാട്ട് ശരിയാവോ എന്നൊക്കെ പറഞ്ഞ് അവിടെ തലയ്ക്ക് തീ പിടിച്ച് നടക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും. പ്രോഗ്രാം കഴിയുമ്പോൾ അച്ചാച്ചൻ തന്നെ വന്ന് മിണ്ടിക്കോളും. നീ ഇങ്ങനെ വിഷമിക്കാതെ. ദേ അവരുടെ പാട്ട് തുടങ്ങാറായി, അങ്ങോട്ട് നോക്കിയിരിക്കേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേരുള്ളവയെല്ലാം മരമാകുന്നതുപോലെ ഉലരുളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയോ ഞാലാടുന്ന ഇടനാടില. ഹലോ എവരിവൺ, എൻ്റെ പേര് ജസ്റ്റിൻ അബ്രഹാം. എല്ലാവരും പ്രോഗ്രാമൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണെന്നറിയാം. എന്തായാലും കോളേജ് അതോറിറ്റീസിൻ്റെ ഉത്തരവ് പ്രകാരം കോറിഡോർസിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ വെച്ചിട്ട് ബുള്ളിങ്ങോ റാഗിങ്ങോ ഒന്നും പാടില്ല എന്നാണ്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ ഇവിടെ അതൊക്കെ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് പരസ്യമായിട്ട് നമുക്കൊരു റാഗിങ് ആവാം. എന്തായാലും ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഫ്രഷേഴ്സ് ഡേ അല്ലേ, നമുക്കൊന്ന് അർമാദിക്കണ്ടേ? സോ നമുക്ക് തുടങ്ങിയാലോ? തീർന്ന് എല്ലാം തീർന്ന്. എനിക്കൊരു കുന്തോ ചെയ്യാൻ അറിയത്തില്ല. കർത്താവേ, ഈ അച്ചാച്ചൻ ഇത് എന്ത് പണിയായി കാണിച്ചേ? ഞാൻ അവിടെ പോയിട്ട് എന്നാ കാണിക്കാനാ? ആദ്യം ആ തല ഉരിച്ചിരിക്കുന്ന ആളെന്നെ ഇങ്ങ് പോര്. ആൽവിൻ ജേക്കബ്. പാട്ട് പാടാൻ അറിയോ? ഇല്ല. എന്തേ? അറിയത്തില്ല അല്ലേ? എന്നാലേ നമുക്ക് ഇവിടുന്ന് പാട്ട് പഠിച്ചിട്ട് പോവാം. മോൻ അറിയാവുന്നൊരു പാട്ട് പാടിയേ. അത് ഞാൻ പാട്ട് പാടാൻ എനിക്ക് എന്തേ പാട്ട് പാടാൻ നാവില്ലേ? ബാക്കിയുള്ളവരോട് കൊഞ്ചിക്കുഴയാൻ വായിൽ നാക്കൊക്കെ ഉണ്ടല്ലോ. നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പാടിയിട്ട് പോയാ മതി. ഈ അച്ചാച്ചൻ ഇത് എന്തേ കാണിക്കുന്നേ? പാവം ആൽവി ഇപ്പൊ കരയും. അയ്യോ, നിന്റെ അച്ചാച്ചൻ ഭയങ്കര പാവമല്ലേ? ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാ, എന്നോടും അവനോടുള്ള ദേഷ്യം തീർക്കാൻ. പിന്നെ അങ്ങനെ ചെറുതാക്കൊന്നും വേണ്ട. ആൽവി നല്ല അസലായിട്ട് പാടും. ഇപ്പൊ നോക്കിക്കോ മോളെ അങ്ങോട്ട്. ഹേ ഇല്ല ക്രിസ്റ്റി, ഇത് ദേഷ്യം തീർക്കുന്നല്ല, വേറെന്തോ പ്രശ്നമുണ്ട്. അച്ചാച്ചൻ ഇങ്ങനെ ചെയ്യില്ല, പ്രത്യേകിച്ച് അവനോട് ഒട്ടും ചെയ്യില്ല. അതെന്താ? ആൽവിക്ക് 2 കൊമ്പുണ്ടാവും. ഉറപ്പാ ഇത് എന്നോടും അവനോടുള്ള ദേഷ്യം തീർക്കുന്നത് തന്നെയാ. ഇനിയിപ്പോ അടുത്തത് എന്നെ ആയിരിക്കും വിളിക്കുന്നേ. നിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ അച്ചാച്ചൻ ആൽവിയോട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യൂല. അത് ആൽവിക്ക് 2 കൊമ്പുള്ളതുകൊണ്ടൊന്നല്ല, അത് വേറൊരു സംഭവമുണ്ട്. അത് ആൽവി പറയേണ്ട സമയത്ത് നിന്നോട് പറയും. അവൻ എൻ്റെ അടുത്ത് നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും അവൻ തന്നെ പറയട്ടെ.
അങ്ങോട്ട് നോക്ക്, അവനിപ്പോ നല്ല അസലായിട്ട് പാടി തകർക്കും. നിന്റെ അച്ചാച്ചൻ വളിഞ്ഞു പോകത്തേ ഉള്ളൂ. அவ்வாறு நோக்கினால் எவ்வாறு நாடுவே கண்ணாடி முன் நின்று பார்த்து கொண்டே ஒன்றாக செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன். எதிர்பாராமலே நான் எதிர்பாராமலே அவள் பின்னிருந்து வந்து என்னை பம்பரமாய் சுழற்றி விட்டு உலகுண்ட பெருவாயன் எந்த வாயோடு வாய் பதித்தான். உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. ഓ, അപ്പൊ പാട്ട് പാടാനൊക്കെ അറിയാം. എന്നിട്ട് നേരത്തെ മനഃപൂർവ്വം അറിയില്ല എന്ന് പറഞ്ഞതാണല്ലേ? അങ്ങനെയല്ല, അത് പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് അത്. മതി മതി, പൊക്കോ. ആൽവി, വിഷമിക്കണ്ട. അത് അച്ചാച്ചൻ എന്തെങ്കിലും ദേഷ്യമുള്ളതുകൊണ്ട് പറഞ്ഞായിരിക്കും. നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അച്ചാച്ചനോട് സംസാരിക്കാം. വിഷമിക്കല്ലേ. സാരില്ല അമ്മി, ഇനി ഇങ്ങോട്ട് വന്ന് വേണ്ടട്ടെ. അതുവരെ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയില്ല. നീ ചോദിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് ചെറിയ തലവേദന. ഞാൻ ക്ലാസ്സിൽ പോവാട്ടോ. ശരി. ആൽവി നിക്ക്. ഇങ്ങേർക്ക് വല്ല പ്രാന്തമുണ്ടോ എൻ്റെ കർത്താവേ? നോക്കുന്നുണ്ടല്ലേ, പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരത്തേക്ക് ഇറങ്ങ്, ശരിയാക്കി തരാം. ക്രിസ്റ്റി എന്ന ആള് ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ സ്റ്റേജിലേക്ക് എത്തണം എന്നറിയിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ കളി മാറും. വിളിച്ച് എന്താ വിളിക്കാത്തതെന്ന് കാത്തിരിക്കുമായിരുന്നു. അപ്പൊ ഗൈസ്, ഞാൻ പോയിട്ട് എന്താന്ന് വെച്ചാൽ കാണിച്ചിട്ട് വരാം. ശരിയെന്നാ. ഞങ്ങൾ പാട്ട് വെച്ച് തരും. മോനൊരു നല്ലൊരു ഡാൻസ് കളിച്ച് കാണിച്ചിട്ട് പൊക്കോ. ഞങ്ങൾ വേറെ ഒന്നും പറയത്തില്ല. കർത്താവിനെ കാത്തു. ഡാൻസ് അല്ലേ, കളിക്കാം. പാട്ട് വെച്ച് തന്നാൽ മതി. എന്റെ മോനെ, നീ ആള് കൊള്ളാലോ. ഡാൻസ് കളിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പൊളിച്ചു മോനെ, പൊളിച്ചു. അവരുടെ മുഖം കാണണമായിരുന്നു. പിന്നല്ല, എന്നോട് അവന്മാരുടെയൊക്കെ കളി. ഡാൻസ് എന്ന് വെച്ചാലേ എനിക്ക് ജീവനാ ജീവൻ. എന്നോടാണ് ചലഞ്ച് ചെയ്യുന്നത്. ശരിയാക്കി കൊടുത്തില്ലേ. വാ, നമുക്ക് ആൽവിക്ക് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോ കാര്യമൊന്നുമില്ലല്ലോ. വാ. എടോ മാങ്ങാണ്ടി മോറൻ അച്ചാച്ച, താൻ എന്തിനാ ആൽവിനോട് അങ്ങനെയൊക്കെ കാണിച്ചത്? അത് മാത്രം ഞാനിപ്പോ എന്താ ചെയ്തേ? പാട്ട് പാടാൻ പറഞ്ഞാണോ? അതോടോ വലിയ തെറ്റ്. എന്നിട്ട് അവൻ നന്നായിട്ട് പാടി കയ്യടിയും മേടിച്ചല്ലോ. ചുമ്മാ ആവശ്യമില്ലാത്ത പറയാതെ പോയാ മതി. എടോ തേങ്ങാത്തലേൻ അച്ചാച്ച, ആൽവി രാവിലെ റോഹനോട് സംസാരിക്കുന്നത് കണ്ടിട്ടല്ലേ തനിക്ക് ഇളക്കം. എനിക്കത് അപ്പോഴേ മനസ്സിലായി. തനിക്ക് ജലസ് അടിച്ചതല്ലേടോ.
ആണെങ്കിൽ അതിനിപ്പോ എന്താ? അവനെന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? അവന്റെ റോഹൻ ചിരിച്ചു കളിച്ച് നടക്കുക. അങ്ങേരുടെ ഒടുക്കത്തൊരു ജലസ്. അതിന് താനെന്തിനാ അവനോട് മിണ്ടാതിരിക്കുന്നേ? എടോ വേട്ടാവളിയൻ അച്ചാച്ച, അവന് നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ തന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നേ. അത് ഇത്രയും ദിവസമായിട്ട് തനിക്ക് മനസ്സിലായില്ലേ? ഏ, അപ്പൊ അവൻ എന്നെ ഇഷ്ടമാണോ? ഷേ, അയ്യോ, ഇത്രയും ദിവസമായിട്ട് അത് മനസ്സിലായില്ലല്ലേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ പറയിപ്പിക്കരുത്. അച്ചാച്ചനായിപ്പോയി. പിന്നെ ഇതൊരു കോളേജ് എന്ന മര്യാദക്ക് ഞാൻ വായടച്ചിട്ടിരിക്കുക. നിങ്ങളോട് ഇനി മിണ്ടില്ലാന്ന് പറഞ്ഞിട്ടാ അവൻ പോയത്. ദേ ആ ഭാഗത്തെങ്ങാണ്ട് നിപ്പുണ്ട്. മര്യാദക്ക് പോയിട്ട് കോംപ്രമൈസ് ആക്കിക്കോ. പറഞ്ഞില്ലെന്ന് വേണ്ട. നേരിട്ട് ഒരു ഇഷ്ടക്കത്തൊരു ഷോ. ഏ ആൽവി, നിക്ക്, പോലെ പ്ലീസ്. എന്താ വേണ്ടേ? വെറുതെ എന്തെങ്കിലും പറയാനാണെങ്കിൽ എനിക്ക് വയ്യ. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ പോവാ. ആൽവി പ്ലീസ് ബേബി, അവിടെ നിക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറിടാ, സോറി. ഞാൻ ആരുടെ ബേബി ഒന്നുമല്ല. എനിക്ക് ആര് പറയുന്ന കേൾക്കുകയും വേണ്ട. മാറാനാ പറഞ്ഞേ. ദേ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലാബിൽ കൊണ്ടുപോയ ബ്ലേഡിന്റെ കയ്യിലുണ്ട്, വെച്ച് മുറിച്ചുവിടും ഞാൻ. മാറാനാ പറഞ്ഞേ. ഏ നിക്ക് ആൽവി, അവിടെ നിക്ക്. ആ അയ്യോ, സോറി സോറി ജസ്റ്റി. ഞാനത് വെറുതെ വിഷ് ചെയ്താ. കൈ മുറിയെന്ന് വിചാരിച്ചില്ല. സോറി. നോക്കട്ടെ. ഏ അത് സാരമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ മുറിവല്ലേ. നീ കരയല്ലേ? കരയില്ലടാ, എനിക്ക് കുഴപ്പമില്ല. സാരില്ല. സോറി. പെട്ടെന്ന് നിന്നെ റോഹൻ്റെ കൂടെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടെ. സോറി. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ദേഷ്യപ്പോൾ അങ്ങനെ ആയിപ്പോയത്. സോറി. വാ, നമുക്ക് വിട്ട് മരുന്ന് വയ്ക്കാം. വന്നേ. ബേബി നോക്ക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, എൻ്റെ കയ്യിനൊന്നും യാതൊരു കുഴപ്പമില്ല. ചെറിയൊരു മുറിവല്ലേ. നീ ഇങ്ങനെ കരയാതെ. എൻ്റെ ബേബിയല്ലേ, പ്ലീസ്. ഇല്ല, കരയുന്നില്ല. പക്ഷെ കൈക്ക് മരുന്ന് വെക്കണം. വന്നേ, അല്ലാണ്ട് പോണ്ട. സോറി. ഇപ്പോ വേദനയുണ്ടോ ജസ്റ്റി? എൻ്റെ പൊന്നോ, നീ എന്നെ കൈയിൻ്റെ ഞരമ്പല്ല മുറിച്ചത്, ചെറിയൊരു വിരലല്ലേ. എനിക്ക് കുഴപ്പമില്ല ബേബി. എന്നാലും മുറിഞ്ഞതോ തന്നെയല്ലേ. അതുകൊണ്ടാ ചോദിച്ചേ. പിന്നെ അങ്ങനെയൊക്കെ പെരുമാറിയതിന് ഇയാൾക്കത് വേണം. ദേ, എനിക്ക് വേണ്ടി എന്നീ കണ്ണുകൾ നിറഞ്ഞതുപോലെ ഇനി ഒരിക്കലും നിറയരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി നീ നോവുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായോ? ആ, മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഉണ്ടാവുമോ? ഉണ്ടാവും. ജീവിതകാലം മുഴുവനും നിൻ്റെ കൈയും പിടിച്ച് നമ്മൾ നൈറ്റ് വാക്കിന് പോകുന്ന പോലെ ഫുൾ ടൈം നിൻ്റെ കൂടെ നടക്കണമെന്നുണ്ട്. അതിന് നിനക്ക് ഓക്കെ ആണോ? വെയിറ്റ്, ഇതെന്നെ പ്രപ്പോസ് ചെയ്തതാണോ? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്കറിയില്ല നിന്നോട് എന്താന്ന്, പക്ഷേ ഒരു ഫീല് നിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണമെന്ന്, നിന്നെ ഹഗ് ചെയ്യണം, നിന്നെ കിസ് ചെയ്യണമെന്ന്, നിന്നെ ചേർത്ത് പിടിക്കണമെന്ന്. അതുകൊണ്ടാ ഞാൻ സമ്മതിക്കാം. പക്ഷേ ജസ്റ്റ് എനിക്കൊരു വാക്ക് തരണം. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, ആരെന്ത് പറഞ്ഞാലും, ഏത് പ്രതിസന്ധി വന്നാലും എന്നെ വിട്ടിട്ട് പോരുത്. എനിക്കത് സഹിക്കില്ല. അതുകൊണ്ടാ. ഐ പ്രോമിസ്, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോയില്ല.